ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള അവസാനത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഈവൻ വെൻ ഫേസ്ഡ് വിത്ത് സീരിയസ് പ്രോബ്ലംസ് മെനി പീപ്പിൾ ഹാവ് ഷോൺ ഹൗ ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് സക്സീഡ്. സീരിയസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുതരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ഗൗരവമായ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമുഖീകരിക്കുക. അപ്പോൾ ജീവിതത്തിൽ പല ഗൗരവമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും മെനി പീപ്പിൾ ഹാവ് ഷോൺ ഹൗ ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് സക്സീഡ്. ഒരുപാട് ആളുകൾ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ്? ഹൗ ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് സക്സീഡ്, എങ്ങനെയാണ് ശക്തമായി നിൽക്കേണ്ടത്, സ്ട്രോങ് ആയി നിൽക്കേണ്ടതെന്നും അതിലൂടെ എങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടതെന്നും. ഓക്കെ, അപ്പം ജീവിതത്തിൽ നമുക്ക് പല പ്രോബ്ലംസും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ദിസ് റിമൈൻഡ്സ് us that every challenge can help us grow. റിമൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുക, പിന്നെ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെല്ലുവിളി, അല്ലേ? അപ്പം ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ വെല്ലുവിളികളും ക്യാൻ ഹെൽപ്പ് us ഗ്രോ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതായത് ഇപ്പം ലൈഫിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് വരികയാണ്, ആ സമയത്ത് നമ്മൾ തളർന്നു പോയാൽ ശരിയാവോ? ഇല്ല. പക്ഷേ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുകയും അതിനെ തരണം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വളർച്ച ഉണ്ടാവുക, അല്ലേ? നമ്മൾ ലൈഫിൽ മുന്നോട്ട് മൂവ് ചെയ്യുക അപ്പോഴാണ്. അപ്പം ഈ വെല്ലുവിളികളൊക്കെ നമ്മൾ ഏറ്റെടുക്കണം, എന്നിട്ട് നമ്മളതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? എല്ലാ ചാലഞ്ചസും നമ്മൾക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ടീച്ചേഴ്സ് ദാറ്റ് ബൈ സപ്പോർട്ടിങ് ഈച്ച് അതർ വി ക്യാൻ ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് വെർ എവ്രി വൺ ക്യാൻ ഡു വെൽ. അപ്പം നമ്മൾ എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹിയർ ഈസ് എ ലൈഫ് സ്റ്റോറി ഓഫ് സച്ച് എ പേഴ്സൺ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആളുടെ ലൈഫ് സ്റ്റോറിയാണ്. അതായത് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് എന്നിട്ട് സക്സസ് ആയിട്ടുള്ള ഒരാൾ. ഓക്കെ, ലെറ്റ് us റീഡ്. അപ്പോൾ നമുക്കിത് വായിക്കാം. എ ബേക്കൺ ഓഫ് ഹോപ്പ്. ബേക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപസ്തംഭം അല്ലെങ്കിൽ വിളക്കുമാടം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പ്രതീക്ഷയാണ്, അല്ലേ? അപ്പോൾ പ്രതീക്ഷയുടെ വിളക്കുമാടം, അതാണ് ടൈറ്റിൽ. ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഐ വോണ്ട് എവറി വിമൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. ദാറ്റ് ഇസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. ഉഷ ചൗമാർ. ഉഷ ചൗമാർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്കറാണ്. ഇത് അവരുടെ ഒരു കോട്ടാണ്, അവരുടെ ഒരു ആഗ്രഹം കൂടിയാണ്. ഐ വോണ്ട് എവറി വുമൻ ടു ബി ഇൻഡിപെൻഡൻറ്റ്. എല്ലാ സ്ത്രീകളും ഇൻഡിപെൻഡൻ്റ് ആവുക, അതായത് സ്വതന്ത്രരാവുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ, അവരെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുക. എങ്ങനെയാണ്? ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. ഡിഗ്നിഫൈഡ് ജോബ്സ് എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള അല്ലെങ്കിൽ മാന്യമായ തൊഴിൽ ചെയ്തുകൊണ്ട് എല്ലാ സ്ത്രീകളും സ്വതന്ത്രരായി ജീവിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ല സൊസൈറ്റീനെ, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ. അതായത് നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ കാസ്റ്റ് സിസ്റ്റത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന കാലത്ത് എന്താണ്? ഈ താഴ്ന്ന ജാതിക്കാർക്ക് മേൽജാതിയിലുള്ള ആളുകളെ തൊടാൻ പാടില്ല, അതുപോലെ അവർ വരുന്ന സമയത്ത് മാറി നിൽക്കണം, അവരുടെ മുൻപിൽ പെടാൻ പാടില്ല, റോഡിലൂടെ നടക്കാൻ പാടില്ല, അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടയിട്ട ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അൺടച്ചബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് ഫ്രീ ആയിട്ട് മാറണം. അപ്പോൾ ഇതാണ് ഉഷ ചൗമാറിൻ്റെ കോട്ട് എന്ന് പറയുന്നത്. ഇത് അവരുടെ മാത്രം ആഗ്രഹമല്ല, ഓരോ സ്ത്രീയുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക, ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളത്. ശ്രീമതി ഉഷ ചൗമാർ റിസീവ്സ് പത്മശ്രീ ഫ്രം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഫോർ ഹർ സോഷ്യൽ വർക്ക് ഇൻ 2020. ഉഷ ചൗമാറിന് അവരുടെ സോഷ്യൽ വർക്കിന് 2020 ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന രാംനാഥ് കോവിന്ദിൻ്റെ കയ്യിൽ നിന്ന് പത്മശ്രീ ഏറ്റുവാങ്ങുന്ന പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. In one birth, I have led 2 lives, 42-year-old Usha Chaumar said proudly. 42 വയസ്സായ ഉഷ ചൗമാർ അഭിമാനത്തോടു കൂടി പറയുകയാണ്. പ്രൗഡ്ലി മീൻസ് അഭിമാനത്തോടു കൂടി. എന്താണ് പറയുന്നത്? ഇൻ വൺ ബർത്ത് ഐ ഹാവ് ലെഡ് 2 ലൈഫ്സ്. ഒരു ജന്മം കൊണ്ട് ഞാൻ 2 ജീവിതം ജീവിച്ചു, അല്ലെങ്കിൽ 2 തരത്തിൽ ഞാൻ ജീവിതം ജീവിച്ചു എന്ന്.
She had made it to the list of Padmasri awardees of 2020. 2020 പത്മശ്രീ പുരസ്കാര ജേതാക്കളുടെ പട്ടികയിൽ അവർ ഇടം നേടുകയും ചെയ്തു. Her determination to change our society had been given recognition. അപ്പോൾ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃഢനിശ്ചയം. അപ്പം അവരുടെ ദൃഢനിശ്ചയമാണ്. എന്താണ് ദൃഢനിശ്ചയം? ഈ ഒരു സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യുക എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയമാണ് അവരെ ഈ ഒരു അംഗീകാരത്തിലേക്ക് എത്തിച്ചത്. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരം. ഉഷ ചൗമാർ ഈസ് എ ട്രൂ സൂപ്പർ ഹീറോ ഇൻ എവറി സെൻസ് ഓഫ് ടേം. എവറി സെൻസ് ഓഫ് ടേം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഉഷ ചൗമാർ ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ ആണ്. I want to cleanse the society of the concept of untouchability. Untouchability എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ടുകൂടായ്മ. കോൺസെപ്റ്റ് മീൻസ് ആശയം. ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുചീകരിക്കുക എന്നുള്ളതാണ്. അതായത് I want to cleanse the society. എനിക്ക് ഈ ഒരു സൊസൈറ്റീനെ ശുചീകരിക്കണം. എന്തിൽ നിന്നാണ്? ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു സൊസൈറ്റീനെ എനിക്ക് എന്ത് ചെയ്യണം? ശുചീകരിക്കണം. ആ ഒരു കോൺസെപ്റ്റ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന കാര്യം ഈ ഒരു സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഷീ സേസ് വിത്ത് ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ മനക്കരുത്ത്. അപ്പം മനക്കരുത്തോടു കൂടി അവർ പറഞ്ഞു. The former manual scavenger has become a beacon of inspiration for thousands of women in India. മാനുവൽ സ്കാവഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഏറ്റവും താഴ്ന്ന ജാതിക്കാരാണ് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുക. മാനുവൽ സ്കാവഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ, അതേപോലെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹ്യൂമൻ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന അത്തരത്തിലുള്ള ജോലികൾ ചെയ്യില്ലേ, അവരെയാണ് ഇവിടെ മാനുവൽ സ്കാവഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് അത്തരത്തിലുള്ള ജോലികൾ ചെയ്തിരുന്ന ഒരു ആളാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പ്രചോദനമായിട്ട് മാറിയിട്ടുള്ളത്. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എത്രമാത്രം അവർ അവരുടെ ലൈഫിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും സക്സസ് ആവാൻ എന്നുള്ളത്. പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും കഠിനാധ്വാനം അവരുടെ ഭാഗത്ത് നിന്ന് സക്സസ്സിന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. I started the work quite early at around 7 years of age. ഉഷ recounts her childhood days. അപ്പം ഉഷ അവരുടെ ചെറുപ്പകാലത്തിലുള്ള ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിക്കാലത്തിലുള്ള ആ ഒരു മെമ്മറീസ് ഇങ്ങനെ വിവരിക്കുകയാണ്. എന്താണ്? ഐ സ്റ്റാർട്ടഡ് ദ വർക്ക് ക്വൈറ്റ് ഏർലി അറ്റ് അറൗണ്ട് 7 years ഓഫ് ഏജ്. ഏകദേശം 7 വയസ്സ് പ്രായമാകുമ്പോഴത്തേക്ക് അവരവരുടെ ആ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. Born in Deeg village of Bharatpur, Rajasthan, Usha and her clan were untouchables. അവർ ജനിച്ചിട്ടുള്ളത് രാജസ്ഥാനിലെ ദീഗ് വില്ലേജ് ഓഫ് ഭരത്പൂറിലാണ്. അവരുടെ ക്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോത്രം അല്ലെങ്കിൽ ഗണം, വർഗം എന്നുള്ളതാണ് മീനിങ്. അവരുടെ ക്ലാൻ എന്ന് പറയുന്നത് അൺടച്ചബിൾസ് ആണ്. അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ക്ലാൻ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് സൊസൈറ്റിയിൽ നിന്ന് എന്താണ് ഒരു തരത്തിൽ പറഞ്ഞാൽ താഴ്ത്തിക്കെട്ടപ്പെട്ട ഒരു സമൂഹമാണ് അവരുടേത്, അല്ലെങ്കിൽ ഒരു വർഗമാണ് അവരുടേത്. ഷീ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മാനുവൽ സ്കാവഞ്ചിങ് ബൈ ഹർ മദർ. അപ്പോൾ ഈ ഒരു മാനുവൽ സ്കാവഞ്ചിങ്, അതായത് പബ്ലിക് ടോയ്ലറ്റ്സ് വൃത്തിയാക്കുക, അല്ലെങ്കിൽ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക, അങ്ങനെ എന്താണ് ഹ്യൂമൻ വേസ്റ്റ് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ആരാണ്? അമ്മയാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും ആ ഒരു ജോലിയിലേക്ക് ഇവളെ എത്തിച്ചതും ഇവളുടെ അമ്മയാണ്. കാരണം എന്താണ്? അവർ പാരമ്പര്യമായിട്ട് ആ ഒരു ജോലി ചെയ്തു വരുന്നവരാണ്. പണ്ടുള്ള കാലത്തൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആശാരി, അതൊരു കാസ്റ്റാണ്. അവർ ആശാരിപ്പണി തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ ഇവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് മലയാളത്തിൽ തോട്ടി എന്നാണ് പറയുക. The women in her family had ancestrally engaged in the inhuman profession. അവളുടെ ഫാമിലിയിലുള്ള എല്ലാ സ്ത്രീകളും ആൻസെസ്ട്രലി മീൻസ് അവരുടെ പൂർവികരുടെ കാലം തൊട്ട് എൻഗേജ്ഡ് ഇൻ ദ ഇൻഹ്യൂമൻ പ്രൊഫഷൻ. ഇൻഹ്യൂമൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഷികപരമായ പരിഗണനകളൊന്നും ലഭിക്കാത്ത ഒരു പ്രൊഫഷനാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യത്വപരമല്ലാത്ത ഒരു പ്രൊഫഷൻ, ഒരു ജോലിയാണത്. അപ്പം എന്താണ്, ഇവളുടെ ഫാമിലിയിലുള്ള എല്ലാ സ്ത്രീകളും അവരുടെ പൂർവികരുടെ കാലം തൊട്ടേ ഇങ്ങനെ ഇൻഹ്യൂമൺ ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അവർ ആ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേ കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്നൊരു മോചനമില്ല, അവർക്ക് ഇത് ഇട്ടെറിഞ്ഞ് ഓടാനുള്ളൊരു ഓപ്ഷൻ ഇല്ല.
സം ഓഫ് ദം മൈറ്റ് ഹാവ് ആസ്പയർ ടു ബ്രേക്ക് ഫ്രീ അറ്റ് സം ഫ്ലീറ്റിംഗ് മൊമെൻറ്റ്. ചില നിമിഷങ്ങളിൽ ഇവരിൽ പല ആളുകളും ഈ ഒരു ജോലി ചെയ്യുന്നത് ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ബട്ട് ദ റൂറൽ ഇന്ത്യൻ സൊസൈറ്റി മെയ്ഡ് ഷുവർ ടു റിമൈൻഡ് ദം ഓഫ് ദെയർ പൊസിഷൻ ഇൻ ദ സോഷ്യൽ ഹൈറാർക്കി. റൂറൽ ഇന്ത്യൻ സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരോഗമനമൊന്നും ഇല്ലാതെ ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനെ തന്നെ വാഴ്ത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമുള്ള കാലം. അന്നത്തെ കാലത്ത് ഈ ഒരു താഴ്ന്ന ജാതിക്കാരെ, അതായത് ഈ അൺടച്ചബിൾസിൻ്റെ പൊസിഷൻ എന്താണെന്ന് ആ ഒരു സോഷ്യൽ ഹൈറാർക്കി, അതായത് സൊസൈറ്റിയുടെ ആ ഒരു ഓർഡർ, അതായത് അധികാരക്രമം എന്ന് പറയും, അത് ഇങ്ങനെ ഇവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവരുടെ ഒരു പൊസിഷൻ, അവരുടെ ഒരു ഈ ജോലി ഇതാണ്, ഇവർ അൺടച്ചബിൾസ് ആണ്, ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് എപ്പോഴും ആ ഒരു സോഷ്യൽ ഹൈറാർക്കി ഇവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. Usha's earliest memory of her mother was watching her wake up in the wee hours of the dawn. She would grab her basket, bucket and brooms and set out for the village toilets. ഉഷയ്ക്ക് അവളുടെ അമ്മയെക്കുറിച്ച് ഏറ്റവും ആദ്യം വരുന്ന ഓർമ്മ എന്ന് പറയുന്നത് എന്താണ്, നേരം പുലരുന്നതിന് മുൻപേ എഴുന്നേറ്റ് അവരുടെ ബാസ്ക്കറ്റും ബക്കറ്റും അതേപോലെ ബ്രൂംസ് അല്ലേ, ചൂലുകളും ഒക്കെ എടുത്തിട്ട് വില്ലേജ് ടോയ്ലറ്റ്സ് വൃത്തിയാക്കാൻ പോകുന്നതാണ്. ആ ഒരു മെമ്മറിയാണ് അവളുടെ മനസ്സിൽ അവളുടെ അമ്മയെക്കുറിച്ച് ആദ്യം തന്നെ വരുന്നതെന്നാണ് പറയുന്നത്. By the age of 7, Usha was working with her mother as a manual scavenger. വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ഉഷ അവളുടെ അമ്മയുടെ കൂടെ ഒരു മാനുവൽ സ്കാവഞ്ചറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് വാസ് ദ ഏജ് വെൻ മെനി ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് വർ അറ്റ് സ്കൂൾ. ആ ഒരു പ്രായം, 7 വയസ്സെന്ന് പറയുന്നത് ചെറിയൊരു പ്രായമാണ് അല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന പ്രായമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അവളുടെ വില്ലേജിലുള്ള ഒരുപാട് കുട്ടികൾ സ്കൂളിലാണ് പോകുന്നത്, പഠിക്കാനാണ് പോകുന്നത്. പക്ഷെ അവളെന്താ ചെയ്തത്, അവളുടെ അമ്മയുടെ കൂടെ മാനുവൽ സ്കാവഞ്ചറായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഉഷ വാസ് മാരീഡ് ഓഫ് ആസ് എ ചൈൽഡ് ബ്രൈഡ് വെൻ ഷി വാസ് ഓൺലി 10 years old. അപ്പോൾ ഉഷയ്ക്ക് 10 വയസ്സായ സമയത്തേക്ക് അവളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. അതായത് ഒരു ശൈശവ വിവാഹമാണ് അവൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അവളുടെ ചെറുപ്പത്തിൽ തന്നെ, ചൈൽഡ്ഹുഡിൽ തന്നെ അവൾക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത്, സ്കൂളിൽ പോകേണ്ട സമയത്ത് അവൾക്ക് പോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല 10 വയസ്സായപ്പോഴത്തേക്ക് അവളുടെ വിവാഹം കഴിയുകയും ചെയ്തു. അതായത് ശൈശവ വിവാഹമാണ് എന്ന് ഓർക്കണം കേട്ടോ. She was sent to her husband's home when she was just 14. അപ്പം അവൾക്ക് 14 വയസ്സായ സമയത്ത് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ഹർ ഹസ്ബൻഡ് വാസ് എ സാനിറ്റേഷൻ വർക്കർ വിത്ത് ദ ലോക്കൽ മുനിസിപ്പാലിറ്റി. അപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ ജോലി എന്ന് പറയുന്നത് ലോക്കൽ മുനിസിപ്പാലിറ്റിയിൽ സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശുചീകരിക്കുന്നത് തന്നെയാണ്, ക്ലീനിങ് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ക്ലാനിൽ പെട്ട ആളുകളെല്ലാം ചെയ്യുന്നത് ഈ ക്ലീനിങ് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിനും ആ ഒരു ജോലി തന്നെയായിരുന്നു ലോക്കൽ മുനിസിപ്പാലിറ്റിയിൽ. ഉഷ കണ്ടിന്യൂ ടു ഡു സ്കാവഞ്ചിങ് അക്കമ്പനീഡ് ബൈ ഹർ മദർ ഇൻ ലോ. അപ്പം ഉഷ കല്യാണത്തിന് മുൻപ് അവളുടെ അമ്മയുടെ കൂടെയായിരുന്നു ഈ ഒരു വർക്കിന് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ അവളുടെ മദർ ഇൻ ലോ, അതായത് ഭർത്താവിൻ്റെ അമ്മയുടെ കൂടെ ഈ ഒരു മാനുവൽ സ്കാവഞ്ചറായിട്ട് പോകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. For cleaning other people's filth, Usha earned a meager daily wage of 10 to 20 rupees. മറ്റുള്ള ആളുകളുടെ, അതായത് ഹ്യൂമൻ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിൽ നിന്ന് ഉഷയ്ക്ക് ഡെയിലി വേജായിട്ട് കിട്ടിയിരുന്നത്, അതായത് ദിവസവേതനമായിട്ട് കിട്ടിയിരുന്നത് തുച്ഛമായ 10-20 രൂപയാണ്. മീഗർ മീൻസ് തുച്ഛമായ, കഷ്ടിച്ച് 10-20 രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദേ മോസ്റ്റ്ലി എയ്റ്റ് ലെഫ്റ്റ് ഓവർ ഫുഡ് ഗിവൺ ടു ദം അറ്റ് ദ ഹൗസസ് വേർ ദേ വർക്ക്ഡ്. അവർക്ക് കിട്ടിയിരുന്ന ഭക്ഷണം, അതായത് അവർ കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അവർ ജോലി ചെയ്യാൻ പോകുന്ന വീടുകളിൽ ബാക്കി ഉണ്ടാവുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതൊക്കെയാണ് അവർ കഴിച്ചിരുന്നത്. അതായിരുന്നു അവരുടെ ഫുഡ് എന്ന് പറയുന്നത്.
They did not earn enough when to buy new clothes. പുതിയ വസ്ത്രമൊന്നും വാങ്ങാനും മാത്രം പൈസയൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കിട്ടാറുണ്ടായിരുന്നില്ല. They wore the worn out clothes they collected at the houses. അപ്പം അവർ ജോലിക്ക് വേണ്ടി പോകുന്ന വീടുകളിൽ നിന്ന് കിട്ടുന്ന കളക്ട് ചെയ്യുന്ന കീറിയതും, വോൺ മീൻസ് എന്താണ്, വോൺ ഔട്ട് മീൻസ് കീറിയ അല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങൾ, അതൊക്കെയായിരുന്നു അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. The Sulabh International set up an NGO called Disha, which gave training in various skills to women like ഉഷയെ പോലെയുള്ള സ്ത്രീകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും അവരെ പല തരത്തിലുള്ള സ്കിൽസൊക്കെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുമായിട്ട് സുലഭ് ഇൻ്റർനാഷണൽ ഒരു ദിശ എന്ന് പറയുന്ന ഒരു NGO സെറ്റപ്പ് ചെയ്യാണ്. NGO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്നാണ് മീനിങ് കേട്ടോ. അപ്പം ഈ സ്ത്രീകളെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ്ങും അതേപോലെ പുതിയ പുതിയ സ്കിൽസും ഒക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. Soon they were engaged in such work like stitching bags, making lamps and preparing jam, pickles and papad. അപ്പോൾ വേഗം തന്നെ ഈ സ്ത്രീകൾ അത്തരത്തിലുള്ള ഇവർ ട്രെയിനിങ് കൊടുത്തിട്ട് വർക്കുകൾ ആരംഭിച്ചു. എന്തൊക്കെയാണ്? സ്റ്റിച്ചിങ് ബാഗുകൾ തുന്നി ഉണ്ടാക്കാൻ തുടങ്ങി, അതേപോലെ മേക്കിംഗ് ലാംപ്സ് ഉണ്ടാക്കാൻ തുടങ്ങി, ആൻഡ് പ്രിപ്പയറിങ് ജാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, പിക്കിൾ ആൻഡ് പപ്പഡ് അച്ചാർ അതുപോലെ പപ്പടമൊക്കെ അവർ ഉണ്ടാക്കി. The NGO took Usha and some other women for a visit to Delhi. അപ്പോൾ ഈ ഒരു NGO ഉഷേനെയും അതേപോലെ തന്നെ ബാക്കി കുറച്ച് സ്ത്രീകളെയും ഡൽഹി വിസിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. ഉഷ റീകോൾഡ് ദ എക്സ്പീരിയൻസ് വിത്ത് ഡിലൈറ്റ്. അതായത് ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉഷ ഓർക്കുന്നത്, റീകോൾ ചെയ്യുന്ന വെച്ചാൽ ഓർക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ആനന്ദം, സന്തോഷം എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. It was the first time I had stepped out of my village. അപ്പം എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഒരു പുറത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വില്ലേജിൽ നിന്നൊന്ന് പുറത്തേക്ക് പോകുന്നത്. All of us were ecstatic to travel like any other citizen, stay in hotels and eat fancy food. അപ്പോൾ ഉഷ മാത്രമല്ല, ഓൾ ഓഫ് അസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും തന്നെ വർ എക്സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാനന്ദപൂർണ്ണമായ, അതായത് വളരെയധികം സന്തോഷത്തിലാണ് അവർ. ടു ട്രാവൽ ലൈക്ക് എനി അതർ സിറ്റിസൺ, മറ്റുള്ള ആളുകൾ ട്രാവൽ ചെയ്യുന്ന പോലെ ട്രാവൽ ചെയ്യാനും, സ്റ്റേ ഇൻ ഹോട്ടൽസ് ആൻഡ് ഈറ്റ് ഫാൻസി ഫുഡ്, വലിയ ഹോട്ടലിലൊക്കെ പോയിട്ട് താമസിക്കാനും, അതേപോലെ അവിടെയുള്ള നല്ല നല്ല ഫുഡൊക്കെ, ഫാൻസി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത്, അതൊക്കെ അവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഫ്രീഡം കിട്ടിയൊരു അവസരമാണ്. കാരണം അവർ സൊസൈറ്റിയിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്, അൺടച്ചബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനോ അതേപോലെ വലിയ വലിയ ഹോട്ടലുകളിൽ പോയി താമസിക്കാനോ നല്ല ഫുഡ് കഴിക്കാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും അവരുടെ ലൈഫിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആണ് അവർ ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ആദ്യമായിട്ട്. ഓക്കെ. Upon her return from Delhi, Usha started convincing other women, including her mother-in-law, to give up manual scavenging. അപ്പം ഉഷ അവളുടെ ഡൽഹി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വില്ലേജിലേക്ക് എത്തിയ സമയത്ത് സ്റ്റാർട്ടഡ് കൺവിൻസിങ് അതർ വിമൻ ഇൻക്ലൂഡിങ് ഹർ മദർ-ഇൻ-ലോ. അപ്പം മറ്റ് സ്ത്രീകളെയും അതേപോലെ തന്നെ അവളുടെ മദർ-ഇൻ-ലോനെ അടക്കം എല്ലാ സ്ത്രീകളെയും അവൾ കൺവിൻസ് ചെയ്യാൻ, അതായത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ ഒരു മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന ജോലി അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ജോലി സ്കിപ്പ് ചെയ്യാൻ അവർ മറ്റ് പല സ്കില്ലുകളും അവർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല ഡൽഹിയിലൊക്കെ പോയി പുറത്തുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ തിരിച്ച് വില്ലേജിലെത്തി ഇവരെ കൺവിൻസ് ചെയ്യാൻ, മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന ജോലി അവർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് നിർത്താം എന്നുള്ള രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഷീ സൂൺ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇഫ് വൺ വിമൻ ലെഫ്റ്റ് ദ ജോബ് അതർ വുഡ് ജോയിൻ ഇറ്റ്. അപ്പം പെട്ടെന്ന് തന്നെ അവൾ മനസ്സിലാക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ഈ ഒരു ജോലി വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ മറ്റുള്ളവരും ആ ഒരു ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഇവളുടെ കൂടെ കൂടും എന്നുള്ളത്. The root cause of the problem was the lack of proper sanitation in the village.
പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ വില്ലേജിൽ പ്രോപ്പറായിട്ടുള്ളൊരു സാനിറ്റേഷൻ ഇല്ല എന്നുള്ളതാണ്, ഒരു പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അപ്പർ ക്ലാസ്സിൻ്റെ ടോയ്ലറ്റ്സൊക്കെ ലോവർ ക്ലാസ്സിനെ കൊണ്ട് ഇവർ വൃത്തിയാക്കിപ്പിക്കുന്നത്. ഓക്കെ, ലോവർ ക്ലാസ്സുകാർ പോയിട്ട് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ ഇവരുടെ വില്ലേജസിൽ കൊണ്ടുവരാത്തത് കൊണ്ടാണ്, ഇല്ലാത്തത് കൊണ്ടാണ്. ദ പ്രിമിറ്റീവ് ടോയ്ലറ്റ്സ് ഇൻ ഹോംസ് നീഡഡ് മാനുവൽ സ്കാവഞ്ചിങ് ആൻഡ് നോ പ്രിവിലേജ്ഡ് പേഴ്സൺ വാസ് വില്ലിംഗ് ടു ഡു ദാറ്റ് ബൈ ദംസെൽഫ്. അതായത് ഓരോരുത്തരുടെ ഈ അപ്പർ ക്ലാസ്സിൻ്റെ വീട്ടിലൊക്കെ ഉള്ള ടോയ്ലറ്റ്സ് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? നീഡഡ് മാനുവൽ സ്കാവഞ്ചിങ്, ലോവർ ക്ലാസ്സിലുള്ള ആളുകൾ പോയി, അതായത് ഇത്തരത്തിലുള്ള മാനുവൽ സ്കാവഞ്ചിങ് പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്ന ആളുകൾ ചെന്നിട്ടാണ് അപ്പർ ക്ലാസ്സിലുള്ള വീടുകളിൽ എന്ത് ചെയ്യുന്നത്? ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യുന്നത്. നോ പ്രിവിലേജ്ഡ് പേഴ്സൺ വാസ് വില്ലിംഗ് ടു ഡു ദാറ്റ് ബൈ ദംസെൽഫ്. ഈ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ ഒരിക്കലും അവർ തന്നെ അവരുടെ ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യാൻ തയ്യാറാവാത്തതാണ് പ്രോബ്ലം. ബട്ട് വെൻ Sulabh International began to construct toilets in the villages, that too changed. അപ്പം എന്താണ് സുലഭ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു NGO വില്ലേജസിൽ ടോയ്ലറ്റ്സ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം, ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ദാറ്റ് ടു ചേഞ്ച്ഡ്. അതായത് ലോവർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് അപ്പർ ക്ലാസ്സിലുള്ള ആളുകളുടെ ടോയ്ലറ്റ്സ് പോയി വൃത്തിയാക്കേണ്ട ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതും ചേഞ്ച് ആയി. അവർക്ക് അത് ചെയ്യണ്ട എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ആ ഒരു സൊസൈറ്റി മാറിക്കഴിഞ്ഞു. ദ നീഡ് ഫോർ മാനുവൽ സ്കാവഞ്ചിങ് വാസ് എലിമിനേറ്റഡ്. അപ്പം ഈ മാനുവൽ സ്കാവഞ്ചിങ്ങിൻ്റെ ആവശ്യവും അവിടെ ഇല്ലാതായി ടോയ്ലറ്റ്സ് വില്ലേജസിൽ ഈ ഒരു NGO കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഉഷ വാസ് സൂൺ അപ്പോയിൻറ്റഡ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉഷയെ ആ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഷീ നൗ ഹാസ് ഹൺഡ്രഡ്സ് ഓഫ് വിമൻ അണ്ടർ ഹെർ ഗൈഡൻസ്. ഇപ്പോൾ അവളുടെ കീഴിൽ 100ഓളം സ്ത്രീകൾ അവളുടെ ഗൈഡൻസിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഗൈഡൻസ് കൊടുത്ത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഉഷ വിസിറ്റഡ് ദ USA ആൻഡ് മെനി കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആസ് പാർട്ട് ഓഫ് ദ സുലഭ് ടീം. അപ്പോൾ സുലഭ് ടീമിൻ്റെ ഭാഗമായിട്ട് ഉഷ USA വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ മെനി കൺട്രീസ് ഇൻ യൂറോപ്പിലെ പല കൺട്രീസും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്ക വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ സുലഭ് ടീമിൻ്റെ ഭാഗമായിട്ടാണ്. ഷീ സ്പോക്ക് അബൌട്ട് ഹെർ എക്സ്പീരിയൻസ് അറ്റ് ദ ഗാദറിങ്. അതായത് ഗാദറിങ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക അല്ലേ. അപ്പോൾ ഓരോ കൂടിച്ചേരലിലും അവരുടെ എക്സ്പീരിയൻസ് പറയാറുണ്ട്. ഷീ ഹാസ് ബീൻ റിസീവ്ഡ് സെവറൽ ടൈംസ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആസ് എ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഗസ്റ്റ്. ഡിസ്റ്റിങ്ക്യൂഷ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാന്യനായ, അതായത് ഇവർക്ക് ഒരുപാട് തവണ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് ഒരു ബഹുമാന്യനായ അല്ലെങ്കിൽ ഒരു ബഹുമാന്യയായ ഗസ്റ്റായിട്ട് പോകാനുള്ള ഒരു അവസരം ഇവർക്ക് പല തവണ ലഭിച്ചിട്ടുണ്ട്. ദ പ്രസ്റ്റീജിയസ് പത്മശ്രീ ഈസ് ദ ലേറ്റസ്റ്റ് ആൻഡ് പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് ഹോണർ ഷീ ഹാസ് റിസീവ്ഡ്. പ്രസ്റ്റീജിയസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബഹുമതി എന്നുള്ളതാണ്. അപ്പം പത്മശ്രീ എന്ന് പറയുന്നത് ഒരു വലിയ ബഹുമതി തന്നെയാണ് അല്ലേ. അവർ സ്വീകരിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ബഹുമതിയാണ് പത്മശ്രീ എന്ന് പറയുന്നത്. ഉഷാസ് ഇൻസ്പയറിംഗ് ജേർണി ഹാസ് പ്രോംപ്റ്റഡ് ഹൺഡ്രഡ്സ് ഓഫ് വിമൻ ടു ഗീവ് അപ്പ് മാനുവൽ സ്കാവഞ്ചിങ്. അതായത് ഉഷയുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആ ഒരു ജേർണി, യാത്ര എന്ന് പറയുന്നത് പ്രോംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കപ്പെട്ടു. ആരെയാണ്? ഹൺഡ്രഡ്സ് ഓഫ് വിമൻസ്, 100 കണക്കിന് സ്ത്രീകളെ ടു ഗിവ് അപ്പ് മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്ന ആ ഒരു തൊഴിൽ വേണ്ടെന്ന് വെക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ജോലി ഇനി ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ ഉഷയുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജേർണി 100 കണക്കിന് സ്ത്രീകളെ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. I want to eradicate manual scavenging entirely from our social fabric. സോഷ്യൽ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ ഘടന, അതായത് ഇപ്പം ആ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, ആ ഒരു ഓർഡർ, സോഷ്യൽ ഓർഡർ ഉണ്ടല്ലോ, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ലോവർ ക്ലാസ്സുകാർക്ക് ഇന്ന ജോലിയാണ്, അപ്പർ ക്ലാസ്സുകാർക്ക് ഇന്ന ജോലിയാണ്, അങ്ങനെയുള്ളൊരു വിവേചനമുണ്ടല്ലോ.
അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് മാനുവൽ സ്കാവഞ്ചിങ് എൻറ്റയർലി ഇറാഡിക്കേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻറ്റയർലി മീൻസ് മുഴുവനായിട്ടും ഇറാഡിക്കേറ്റ് ചെയ്യുക, ഉന്മൂലനാശം വരുത്തുക, അതാണ് അവരുടെ ആവശ്യം. ഐ വോണ്ട് ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ് എൻറ്റയർലി ഫ്രം അവർ സോഷ്യൽ ഫാബ്രിക്. നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് മാനുവൽ സ്കാവഞ്ചിങ്ങിനെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റും. ഡിക്ലെയർഡ് ഉഷ അങ്ങനെ ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു. വിമൻ ആർ നോട്ട് മെൻറ്റ് ഫോർ സ്റ്റേയിങ് അറ്റ് ഹോം ക്ലീനിങ് ഡേർട്ട് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ. സ്ത്രീകൾ എന്ന് പറയുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കാനുള്ളവരോ, ക്ലീനിങ് ഡേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ വൃത്തിഹീനമായ സ്ഥലമൊക്കെ വൃത്തിയാക്കുക, അങ്ങനെ ക്ലീനിങ് പർപ്പസിൽ മാത്രം മുഴുകിയിരിക്കേണ്ടവരോ, ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ നോക്കിയിരിക്കേണ്ടവരോ അല്ല. അതായത് വീട്ടിൽ ചടഞ്ഞുകൂടി ഈ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കേണ്ടവരല്ല. ഐ വോണ്ട് എവറി വുമൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്. ഡിഗ്നിഫൈഡ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്യമായ തൊഴിൽ. അപ്പം മാന്യമായ തൊഴിൽ ചെയ്ത് സ്വതന്ത്രമായി ജീവിക്കുന്ന സ്ത്രീകളെയാണ് എനിക്ക് ആവശ്യം. അങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഈ ഒരു സമൂഹത്തിൽ എനിക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ് ഹൗ വി ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള സൊസൈറ്റീനെ, ഒരു നല്ല ഫ്യൂച്ചറുള്ള ഒരു സൊസൈറ്റീനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മയെ ഇല്ലാതാക്കുന്ന, കാസ്റ്റ് സിസ്റ്റത്തെ ഇല്ലാതാക്കുന്ന, ലോവർ അപ്പർ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു സൊസൈറ്റീനെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് തുടച്ചു മാറ്റണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി, ആ ഒരു തൊട്ടുകൂടായ്മ ഇല്ലാത്ത ഒരു സൊസൈറ്റിയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണമെങ്കിൽ സ്ത്രീകൾ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോബ് ചെയ്ത് സ്വതന്ത്രമായി ജീവിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. നല്ലൊരു മെസ്സേജ് തരുന്ന ലെസൺ തന്നെയാണ് ഇത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.